ബിജെപിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒരേ സമയം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് രാഹുൽ ഈ എച്ച് ഫയൽസുകൾ പുറത്തുവിടുന്നത്. ഇതിൽ കമ്മീഷനാണ് മറുപടി പറയേണ്ടത്. വിശദമായ മറുപടി പിന്നീട് എന്നുള്ള പ്രതികരണം ഇന്നലെ ഈ രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം വൈകാതെ തന്നെ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ അജീഷ് ജയകുമാർ? എന്തായാലും ഇക്കാര്യത്തിൽ ഇതുവരെ, അതായത് ഈ വോട്ടർ പട്ടികയിൽ ഈ സ്ത്രീയുടെ പടം ചിത്രം എങ്ങനെ മാറി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമുള്ള 22 പേരുടെ പട്ടികയാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. അവർ 10 ബൂത്തുകളിലായിട്ടുള്ളവരാണ്. 10 ബൂത്തുകൾ പല സ്ഥലങ്ങളിലായിട്ടുള്ളതാണ്. എല്ലാം ഈ റായി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഈ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് ഇവരുടെ ചിത്രം മാറി വന്നത് എന്നുള്ളത് ഇതുവരെയ്ക്കും വ്യക്തതയില്ല. അക്കാര്യത്തിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പം തന്നെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെയാണ് ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത്. എങ്ങനെയാണ് ഈ വോട്ടർ പട്ടികയിൽ ഇവരുടെ ചിത്രം മാറിയെന്നുള്ളത് നമ്മൾ പോയി കണ്ട ആളുകളുടെ വോട്ടർ ഐ ഡി കാർഡൊക്കെ നമ്മൾ പരിശോധിച്ചാണ്. അവരുടെ വോട്ടർ ഐ ഡി കാർഡിൽ അവരുടെ ചിത്രം തന്നെയാണ് ഉള്ളത്. മാത്രമല്ല മേൽവിലാസവും അവരുടെ സീരിയൽ നമ്പറിലൊക്കെ ചിലത് വ്യത്യാസമുണ്ട്. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വോട്ടർ പട്ടികയിലെ സീരിയൽ നമ്പറിൽ നിന്ന് പലരുടെയും ഈ വോട്ടർ ഐ ഡി കാർഡിന്റെ സീരിയൽ നമ്പറിൽ നിന്ന് വ്യത്യാസമുണ്ട്. എന്തായാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല മറ്റു ഈ ഒരേ വീട്ടു നമ്പർ തന്നെ അവിടെ തന്നെ 500-ലധികം വോട്ട് ഉള്ള ആളുകളുണ്ട്. അവരും അക്കാര്യത്തിലും നമുക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെ ചില ദേശീയ മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ അതെല്ലാം ഈ കൂട്ടുകുടുംബം മറ്റുമായി താമസിക്കുന്ന ആളുകൾ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് ഈ വോട്ടർ പട്ടികയിൽ ഈ പേര് മറ്റും മാറുന്നത്, മാത്രമല്ല അതിലെ ഈ നമ്പർ പിശക്, ഇക്കാര്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയ്ക്കും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. വ്യക്തത വരുത്തണമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ശരി, 1ഉം 2ഉം വോട്ടല്ല 25 ലക്ഷത്തിലധികം വോട്ടുകൾ ക്രമക്കേടിലൂടെ ഉണ്ടായി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണം. അതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. തെളിവുകൾ സഹിതം ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം എങ്ങനെ പല വോട്ടുകളിൽ അവരുടെ ചിത്രമായി ഇടം പിടിച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങളിലൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.